നമസ്കാരം വാണിജ്യ മലയാളം. പുൽവാമയിലെ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഇന്ത്യക്ക് നിരന്തരം തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ജയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് വ്യോമസേന തകർത്തത്. ബലാക്കോട്ടയിലെ ജയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം ഉൾപ്പെടെ 3 തീവ്രവാദ ക്യാമ്പുകൾ ഇന്ത്യ അഗ്നിക്ക് ഇരയാക്കി. 300-ലേറെ തീവ്രവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് അനൗദ്യോഗിക കണക്കുകൾ പറയുന്നത്. ജയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ ഭാര്യ സഹോദരൻ ഉസ്താദ് ഗോറി എന്നറിയപ്പെടുന്ന യൂസഫ് അസർ കൊല്ലപ്പെട്ടുവെന്നാണ് വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ അവകാശപ്പെടുന്നത്. ബലാക്കോട്ടിലെ പരിശീലന കേന്ദ്രത്തിന്റെ ചുമതല യൂസഫ് അസറിനായിരുന്നു. ഇന്ത്യയെ നടുക്കിയ നിരവധി തീവ്രവാദി ആക്രമണങ്ങളിൽ പങ്കുള്ളയാളാണ് യൂസഫ് അസർ. വനമേഖലയിൽ ജനവാസ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞ് വനപ്രദേശത്തുള്ള തീവ്രവാദ ക്യാമ്പുകളിലാണ് ആക്രമണം നടത്തിയത് എന്ന് വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. കശ്മീരിലേക്ക് തീവ്രവാദികളെ എത്തിക്കുന്ന പ്രധാന കേന്ദ്രമായ ബലാക്കോട്ട് അതിർത്തിയിൽ നിന്നും ഏകദേശം 50 കിലോമീറ്ററോളം അകലെയാണ്. ജയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും പഴയതും പ്രധാനപ്പെട്ടതുമായ ഈ കേന്ദ്രത്തിന്റെ ചുമതല യൂസഫ് അസറിനായിരുന്നു. ഉസ്താദ് ഗോറി എന്നാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത്. 1999-ൽ ഇന്ത്യയുടെ പിടിയിലായ ജയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ മോചിപ്പിക്കാനായി പാക് തീവ്രവാദികളുടെ നേതൃത്വത്തിൽ നടത്തിയ വിമാന റാഞ്ചലിൽ പ്രധാന പങ്കാളിയായിരുന്നു യൂസഫ് അസർ. നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയായിരുന്ന ഇന്ത്യൻ എയർലൈൻസ് വിമാനം ഭീകരവാദികൾ റാഞ്ചി അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിലേക്ക് കൊണ്ടുപോയി. ഭീകരവാദികളുടെ വിലപേശലിനൊടുവിൽ കൊടും ഭീകരനായ മസൂദ് അസറിനെ ഇന്ത്യക്ക് മോചിപ്പിക്കേണ്ടി വന്നിരുന്നു. 2002-ൽ ഇന്ത്യ പാകിസ്ഥാന് കൈമാറിയ പിടികിട്ടാപ്പുള്ളികളുടെ പട്ടികയിൽ യൂസഫ് അസറിന്റെ പേരും ഉൾപ്പെട്ടിരുന്നു. ജയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ പോലെ പ്രധാനിയാണ് യൂസഫ് അസറും. 2000-ൽ CBIയുടെ ആവശ്യപ്രകാരം ഇന്റർപോൾ യൂസഫ് അസറിനെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. പാകിസ്ഥാനിലെ കറാച്ചിയിലാണ് യൂസഫ് അസറിന്റെ ജനനം. ഉറുദു, ഹിന്ദി തുടങ്ങിയ ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുമെന്നും തുടങ്ങിയ വിവരങ്ങൾ റെഡ് കോർണർ നോട്ടീസിൽ അന്ന് ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ കസ്റ്റഡിയിൽ നിന്നും മോചിതനായ ശേഷം 2001-ലാണ് മസൂദ് അസർ ബലാക്കോട്ടിലെ പരിശീലന ക്യാമ്പ് സ്ഥാപിക്കുന്നത്. ജമ്മു കശ്മീരിലെ നിയമസഭാ മന്ദിരത്തിന് നേരെയുണ്ടായ ആക്രമണം ഉൾപ്പെടെ രാജ്യത്തെ നടുക്കിയ നിരവധി ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത് ഇവിടെ നിന്നാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇന്ത്യയുടെ 12 മിറാഷ് 2004 വിമാനങ്ങൾ 1000 കിലോ സ്ഫോടക വസ്തുക്കളാണ് തീവ്രവാദ ക്യാമ്പുകളിലേക്ക് വർഷിച്ചത്. 2016-ൽ നടന്ന മിന്നലാക്രമണത്തെക്കാൾ കനത്ത പ്രഹരമാണ് ഇക്കുറി പാകിസ്ഥാന് ഇന്ത്യ നൽകിയത്. 45 തീവ്രവാദികളായിരുന്നു അന്ന് കൊല്ലപ്പെട്ടത്. 200 മുതൽ 300 വരെ ഭീകരർ ഇത്തവണ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത്. ജയ്ഷെ തലവൻ മസൂദ് അസറിനെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. റാവൽപിണ്ടിയിലെ സൈനിക ആശുപത്രിയിൽ കഴിയുകയായിരുന്നു അസർ. ബഹാൽപൂരിലെ രഹസ്യ താവളത്തിലേക്ക് മസൂദ് അസറിനെ മാറ്റിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇന്ത്യ തിരിച്ചടിക്കുന്നതിന് മുൻപ് തന്നെ അസറിനെ മാറ്റിയിരുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം മസൂദ് അസറിന്റെ മരുമകൻ ഉസ്മാൻ ഹൈദറിനെ സൈന്യം വധിച്ചിരുന്നു. 97-ലെ വിമാനം റാഞ്ചലിൽ ഉൾപ്പെട്ടിരുന്ന മൂത്ത സഹോദരൻ ഇബ്രാഹിമിന്റെ മകനായിരുന്നു ഉസ്മാൻ ഹൈദർ. ഉസ്മാന്റെ മരണത്തിന് പ്രതികാരം ചെയ്യണമെന്ന് മസൂദ് അസർ തീവ്രവാദികളോട് ആഹ്വാനം ചെയ്യുന്നതിന്റെ ശബ്ദ സന്ദേശവും അന്ന് ഇന്ത്യക്ക് ലഭിച്ചിരുന്നു. പുൽവാമ ആക്രമണത്തിൽ ജയ്ഷെ മുഹമ്മദിന്റെ പങ്ക് വെളിവാക്കുന്ന തെളിവുകളായിരുന്നു ഇന്ത്യ അന്ന് പുറത്തുവിട്ടിരുന്നത്. ഇതിന്റെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വാണിജ്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.